ഗാന്ധി നീലഗിരിയിലേക്ക് എത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഹെലികോപ്റ്റർ അല്പസമയത്തിനുള്ളിൽ തന്നെ ലാൻഡ് ചെയ്യും. ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒപ്പം MLA-മാരുടെയും നേതൃത്വത്തിലുള്ള സംഘം പോലീസുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായത്. അവരെ ഈ മേഖലയിലേക്ക് കടത്തിവിടാതിരിക്കുകയും ഇതേ തുടർന്നൊരു തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാലും രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലേക്ക് ആണ് പോവുക. വയനാട്ടിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും, റോഡ് ഷോയിൽ പങ്കെടുക്കും. അതിനുശേഷം ബിഷപ്പുമായി കൂടിക്കാഴ്ചയുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ എന്തായാലും തിരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂട് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വയനാട്ടിലെ പ്രചാരണമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി UDF പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാനിരിക്കുക എന്നുള്ളതാണ് കാണേണ്ടത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഗ്രൗണ്ടിലാണ് രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത്. വയനാട് ജില്ലയിൽ 6 പരിപാടികളാണ് രാഹുൽ ഗാന്ധിക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. ബത്തേരി, മാനന്തവാടി, വെള്ളമുണ്ട, പടിഞ്ഞാറത്തറ എന്നിവിടങ്ങളിലെല്ലാം രാഹുലിൻ്റെ പരിപാടികളുണ്ട്. പലതും റോഡ് ഷോയായി മാറും. ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് വയനാട്ടിലെ UDF പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. നീലഗിരി കോളേജിന്റെ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഹെലിപാഡിലാണ് അദ്ദേഹം ഇറങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്നും ഇറങ്ങും. അതിനുശേഷം ആദ്യം ഇവിടുത്തെ നീലഗിരി കോളേജിലെ തന്നെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും. അതിനുശേഷം തേയിലത്തൊഴിലാളികളെ കാണും. പിന്നീടാണ് ഇവിടെ നിന്ന് തമിഴ്നാട് അതിർത്തി കടന്ന് നേരെ കേരളത്തിലേക്ക് കടക്കും. ബത്തേരിയിലാണ് ആദ്യത്തെ പരിപാടി. ബത്തേരിയിൽ പരിപാടി നടക്കും. ബത്തേരിയിൽ ജനസമ്പർക്ക പരിപാടി. അസംഷൻ ഹോസ്പിറ്റൽ മുതൽ കോട്ടക്കുന്ന് വരെ റോഡ് ഷോയോട് കൂടിയാണ് ജനസമ്പർക്ക പരിപാടി നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നേരെ പുൽപ്പള്ളിയിലേക്കാണ്. പുൽപ്പള്ളിയിൽ കർഷകരുടെ റാലിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പുൽപ്പള്ളി എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള പ്രദേശമാണെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ കർഷകരുടെ റാലിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം വയനാട് ഗാന്ധി പാർക്കിൽ മാനന്തവാടിയിൽ റോഡ് ഷോ നടക്കും. പിന്നീട് ഇതിനിടെ ഉച്ചയ്ക്ക് ശേഷം ബിഷപ്പ് ഹൌസിൽ അദ്ദേഹം എത്തും. ബിഷപ്പുമായി കൂടിക്കാഴ്ച, മാനന്തവാടി ബിഷപ്പുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടക്കും. പിന്നീട് മാനന്തവാടി ഇമാക്കുലേറ്റ് പള്ളിയിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ KC വേണുഗോപാലിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ട്. തമിഴ്നാട്ടിലെയും അതോടൊപ്പം കേരളത്തിലെയും നേതാക്കൾ അദ്ദേഹത്തെ ഹാരാർപ്പണം നടത്തി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. KC വേണുഗോപാലിനൊപ്പമാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ KPCയുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള T സിദ്ദിഖ്, അതോടൊപ്പം IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവർ സ്വീകരിക്കുന്നു രാഹുൽ ഗാന്ധിയെ. ഇതിനുശേഷം ഇവിടെ നിന്നും നേരെ പോകുന്നത് ബത്തേരിയിലേക്കാണ്. ബത്തേരിയിൽ പരിപാടിയുണ്ട്. ബത്തേരിയിലാണ് റോഡ് ഷോ നടക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി ഇവിടേക്ക് വന്നത് കഴിഞ്ഞ തവണ ഈ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായാണ്. അന്ന് കൽപ്പറ്റയിൽ വലിയ ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വലിയ രീതിയിലുള്ള റോഡ് ഷോ സംഘടിപ്പിച്ചു. ആ റോഡ് ഷോയിൽ അദ്ദേഹം
കൃത്യമായ രീതിയിൽ തന്നെ രാഷ്ട്രീയം പറഞ്ഞു. അതിനുശേഷം ആണ് നോമിനേഷൻ നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങിയത്, കൽപ്പറ്റയിൽ നിന്നും മടങ്ങിയത്. ഇന്നിപ്പോൾ വിവിധയിടങ്ങളിൽ, അതായത് ഈ ആദ്യം ബത്തേരിയിൽ, അതിനുശേഷം പുൽപ്പള്ളിയിൽ, പിന്നീട് മാനന്തവാടിയിൽ, അതിനുശേഷം പുളിഞ്ഞാൽ ജംഗ്ഷൻ മുതൽ വെള്ളമുണ്ട പഞ്ചായത്തിന്റെ ഭാഗങ്ങളിൽ റോഡ് ഷോ സംഘടിപ്പിക്കും. അതിനുശേഷം പിന്നെ റോഡ് ഷോ നടക്കുന്നത് പടിഞ്ഞാറേത്തറയിലാണ്. പടിഞ്ഞാറേത്തറയിൽ റോഡ് ഷോ സംഘടിപ്പിക്കും. ഇതിനുശേഷം ഇന്ന് കോഴിക്കോടും സമാനമായ രീതിയിൽ തന്നെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മറ്റ് മലപ്പുറം, കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ വിവിധ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. അല്പസമയത്തിനകം തന്നെ ഈ നീലഗിരി കോളേജിലെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും. ഇവിടെ ഏറിയപാടും വയനാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസാണിത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ വോട്ടർമാരാണ് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് അവരോട് വോട്ട് ചോദിക്കാനുള്ള നീക്കം കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും ഇതിന് ശേഷം ആണ് അദ്ദേഹം തേയില തൊഴിലാളികളുമായി താളൂരിൽ സംവദിക്കുക. ഇവിടെയും വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. DMK-യുടെ സ്ഥാനാർത്ഥിയായി, അതായത് മുന്നണി സമവാക്യങ്ങളിൽ ഇവിടെ ഇന്ത്യ മുന്നണിയാണ് മത്സരിക്കുന്നത്. അവിടെ DMK-യുടെ എ രാജയാണ് മത്സരിക്കുന്നത്. ഇവിടെ CPI-യും അതോടൊപ്പം തന്നെ കോൺഗ്രസും എല്ലാം തന്നെ പിന്തുണയ്ക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് DMK. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് മത്സരിക്കുന്നത്. കേന്ദ്രമന്ത്രി എൽ മുരുകനാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പിന്നെ ലോകേഷാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി, ലോകേഷ് തമിഴ്സെൽവനാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി, ADMK സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി കടന്നു പോകുന്നു. ആ വാഹന വ്യൂഹം ഇവിടെ നിന്ന് കടന്നു പോവുകയാണ്. അദ്ദേഹത്തോടൊപ്പം KC വേണുഗോപാലും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. മറ്റ് നേതാക്കളും അനുധാവനം ചെയ്യുന്നു. ഇതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ വിദ്യാർത്ഥികളുമായുള്ള സംവാദം നടത്തും. ആ സംവാദത്തിന് ശേഷമാകും തേയില തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തുക. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരെ പോകുന്നത് അതിർത്തി കടന്ന് ബത്തേരിയിലേക്കാണ്. സുജിത്ത്, എത്ര നേരമാണ് ഈ വിദ്യാർത്ഥികളുമായും അതുപോലെ തന്നെ ഈ തേയില തൊഴിലാളിയുമായും ഒക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ സംവാദം? എപ്പോഴേക്ക് അവിടെ നിന്ന് വയനാട്ടിലേക്ക് തിരിക്കും? അദ്ദേഹം അരമണിക്കൂർ വൈകിയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതായത് അരമണിക്കൂർ വൈകിയാണ്. 9:30-ക്ക് എത്തുമെന്നുള്ളതായിരുന്നു നേരത്തെ ഷെഡ്യൂൾ ചെയ്ത സമയം. ഒരുപക്ഷെ അധിക സമയം ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഈ ടൈം ഷെഡ്യൂൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റ് മാത്രമാണ് കൂടിക്കാഴ്ചയ്ക്കെല്ലാം തന്നെ സമയമുള്ളത് എന്നുള്ള തരത്തിലാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ ഈ താളൂരിൽ തന്നെയാണ് ഈ തേയില തൊഴിലാളികളുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പിന്നീട് നേരെ പോകുന്നത് ബത്തേരിയിലേക്കാണ്. ബത്തേരി അസംഷൻ ജംഗ്ഷൻ മുതൽ കോട്ടക്കുന്ന് വരെയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ റോഡ് ഷോയുടെ ഭാഗമാകും രാഹുൽ ഗാന്ധി. പിന്നീടാണ് പുൽപ്പള്ളിയിലേക്ക് പോവുക. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ, അതായത് രണ്ടാം ഘട്ട പ്രചാരണ പരിപാടികൾ മണ്ഡലത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെ ഈ നാമനിർദ്ദേശ പത്രിക നൽകാനാണ് രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിയത്. ഇതിനുശേഷം ഇനിയിപ്പോൾ രണ്ടാം ഘട്ട പ്രചരണ പരിപാടികളിൽ അദ്ദേഹം ഭാഗവാക്കാകും. നാളെയും ഇവിടെ തന്നെ തുടരും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. അദ്ദേഹം കോളേജിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വിദ്യാർത്ഥികളുമായി സംവദിക്കും. വേണു, സുർജിത്ത്, ഈ വയനാട്ടിൽ ഏത് രൂപത്തിലുള്ള പ്രചാരണങ്ങളാണ് UDF ആലോചിക്കുന്നത്? ഇപ്പോൾ കൊടി വേണ്ട എന്ന തീരുമാനം കഴിഞ്ഞ ദിവസം KPC വർക്കിംഗ് പ്രസിഡന്റ് തന്നെ, KPCയുടെ ഇപ്പോൾ പ്രസിഡന്റിന്റെ ചുമതലയുള്ള MM ഹസൻ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് മുന്നണി രാഹുൽ ഗാന്ധിക്ക് റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത്? വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. കാരണം നേരത്തെ വന്ന ഘട്ടത്തിൽ, അതായത് ഈ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയ ഘട്ടത്തിൽ പോലും വലിയ അളവിലുള്ള ആവേശം, വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ അതിന്റെ ഭാഗമാകുന്നു. അതായത് വയനാട്ടിലെ പ്രവർത്തകർ മാത്രമല്ല, ഈ താഴെയുള്ള മണ്ഡലങ്ങളിലെ തിരുവമ്പാടിയിൽ നിന്നും ഏറനാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും സമാനമായ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വണ്ടൂരിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമടക്കം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു. അത്രമാത്രം പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ആ ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്രമാത്രം ആവേശത്തോടുകൂടി പ്രവർത്തകർ ഇവിടെ വയനാട്ടിൽ കേന്ദ്രീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ഭൂരിപക്ഷം അത് 5 ലക്ഷം കടത്തും എന്നുള്ളതാണ് UDF നേതാക്കളെല്ലാം തന്നെ ആത്മവിശ്വാസം പങ്കുവെക്കുന്നത്. അത്രമാത്രം ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ട്. അത് പ്രകടമാക്കുന്ന വിധത്തിലേക്ക് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ് നേതാക്കളും പ്രവർത്തകരും.
പ്രവർത്തകരും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ഇവിടെ നിഴലിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് പകരം മറ്റ് നേതാക്കൾ വളരെ സജീവമായ രീതിയിൽ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം, പ്രത്യേകിച്ച് MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ ഇവരെല്ലാം തന്നെ ഇവിടെ വലിയ ആവേശത്തോടുകൂടി ഇവിടെ പ്രചാരണ രംഗത്തിൽ സജീവമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. സ്വാഭാവികമായും അങ്ങനെ ഒരു വലിയ ആവേശം പൊതുവെ പ്രകടമാണ്. അദ്ദേഹം വിദ്യാർത്ഥികളെ കണ്ടു, ഇവിടെ നിന്നും മടങ്ങുകയാണ്. വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. ഇതിനുശേഷം ഇവിടെ നിന്ന് നേരെ താളൂരിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ അവിടുത്തെ തേയില തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തും. ആ തേയില തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം നേരെ പോകുന്നത് ബത്തേരിയിലേക്കാണ്. ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക്, പുൽപ്പള്ളിയിൽ ശേഷം മാനന്തവാടിയിലെത്തും. മാനന്തവാടിയിൽ നിന്ന് അദ്ദേഹം നേരെ ബിഷപ്പ് ഹൌസിൽ ഉച്ചയ്ക്ക് ശേഷം ബിഷപ്പിനെ കാണും. പിന്നീടാണ് മറ്റു പരിപാടികൾ, അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം നേരെ വെള്ളമുണ്ടയിൽ നടക്കുന്ന, പുളിഞ്ഞാൽ ജംഗ്ഷനിൽ നടക്കുന്ന പൊതുയോഗത്തിന്റെ ഭാഗമാകുന്നത്. അവിടെയും റോഡ് ഷോ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനുശേഷം പടിഞ്ഞാറെത്തറയിലേക്ക് പോകും. പടിഞ്ഞാറെത്തറയിൽ സമാനമായ രീതിയിൽ തന്നെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. ആ റോഡ് ഷോയിൽ അദ്ദേഹം ഭാഗവാക്കാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഉച്ചതിരിഞ്ഞ് അദ്ദേഹം നേരെ കോഴിക്കോട്ടേക്ക് പോകും. കോഴിക്കോട് സമാനമായ രീതിയിൽ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. നാളെ മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് വയനാട്ടിലെ മറ്റ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും വലിയ ആവേശത്തോടുകൂടി നീലഗിരി കോളേജ് ഹെലിപ്പാഡിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധിയെ വളരെ ഊഷ്മളമായ രീതിയിൽ തന്നെ സ്വീകരിച്ചു കോൺഗ്രസ് പ്രവർത്തകർ. ഇവിടുത്തെ വിദ്യാർത്ഥികളോട് അദ്ദേഹം ഹ്രസ്വനേരം സംസാരിച്ചു. ഇപ്പോൾ താളൂരിലേക്ക് അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. താളൂരിൽ തേയില തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അതിർത്തി കടന്ന് നേരെ ബത്തേരിയിലേക്ക് പോവുക. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങൾ അതിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എത്തി നിൽക്കുന്നു. ഇനി അദ്ദേഹം ഇവിടേക്ക് മണ്ഡലത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതായത് 2 തവണ നേരത്തെ നോമിനേഷൻ കൊടുക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. അന്ന് വിപുലമായ റോഡ് ഷോ ആണ് സംഘടിപ്പിച്ചത്. അതായത് വലിയ ആവേശത്തോടുകൂടി, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള വോട്ടുകൾ നൽകിയാണ് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ വയനാട് തെരഞ്ഞെടുത്തത്. 7 ലക്ഷത്തിലധികം വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഒരു സ്റ്റാർ മണ്ഡലത്തിന്റെ പദവി സ്വാഭാവികമായും വയനാടുണ്ട്. CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജ ഇവിടെ മത്സരിക്കുന്നു. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മത്സരിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റാർ മണ്ഡലം എന്നുള്ള ഖ്യാതിയിലേക്ക് വീണ്ടും വയനാട് വന്നിരിക്കുന്നു. ശക്തമായ രീതിയിലുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങളിൽ രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയതോടെ അതിന്റെ ഒരു ആവേശം പൊതുവെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇടയിലും പ്രകടമാണ്. ശരി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിലെത്തുകയാണ്. അതിന് മുന്നോടിയായി നീലഗിരി കോളേജിലെ ഹെലിപ്പാഡിൽ അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി വന്നിറങ്ങിയത്. അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഇനി തേയില തൊഴിലാളികളുമായി കൂടി ആശയവിനിമയം നടത്തിയതിനു ശേഷം ബത്തേരിയിലേക്ക് പുറപ്പെടും രാഹുൽ ഗാന്ധി. ബത്തേരി അടക്കം 5 സ്ഥലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുക. ഉച്ച കഴിഞ്ഞ് കോഴിക്കോടേക്ക് രാഹുൽ ഗാന്ധി എത്തും. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.